ഹായ് ഫ്രണ്ട്സ്, ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ചോറിന് കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാവിച്ചിയും മണിക്കുട്ടനും പറഞ്ഞു അമ്മയെ തക്കാളി ചോറ് ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയൊന്നുമില്ല, അറിയണ പോലെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സബോളയൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോൾ 2 സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചോറ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതിനുള്ളതൊക്കെ എടുത്താൽ മതി. പിന്നെ ഞാൻ 2 പഴുത്ത തക്കാളിയാണ് എടുത്തത്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 2 വറ്റൽമുളക് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വറ്റൽമുളക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, എരിവ് വേണമെന്ന് വെച്ചാൽ മാത്രം ഇട്ടാൽ മതി. ഞങ്ങൾക്ക് ഇത്തിരി എരിവ് അധികം വേണം, അത് കാരണം ഞാൻ 2 വറ്റൽമുളക് ഇട്ടു. പിന്നെ ഇതിലേക്ക് കറിയൊന്നും വേണ്ടല്ലോ, അപ്പോൾ നമുക്കിതിനെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായി അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചതിന് ശേഷം അതിൽ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അരച്ചെടുത്തു. എന്നിട്ട് ഞാൻ ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കറുവപ്പട്ടയും പെരിഞ്ചീരകമൊക്കെ നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം അരിഞ്ഞ് വെച്ച സബോളയും പച്ചമുളകൊക്കെ അതിലിട്ട് കൊടുത്തു. എന്നിട്ട് അതൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ ഞാൻ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അപ്പോൾ അങ്ങനെ അതും നന്നായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറണ വരെ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതൊക്കെ നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ തക്കാളി അരച്ചത് അതിലിട്ട് കൊടുക്കണം. തക്കാളിയിൽ വെള്ളത്തിൻ്റെ അംശമുള്ള കാരണം നല്ലോണം ഇളക്കി ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി അത് വാടി വരണം. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എരിവ് ഇട്ടാൽ മതിയെന്ന്. ഞങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ള കാരണം ഞാൻ ഇത്തിരി അധികം ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ അതിൽ കുറച്ച് ചെറുചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അങ്ങനെ വെന്ത് അത് കുറുകി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചോറിട്ട് കൊടുക്കും. അപ്പം അങ്ങനെ അതൊക്കെ നന്നായിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്ത് കുറുകി വരും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് അടച്ച് വെച്ചിട്ട് ആ പാത്രമൊക്കെ തുറന്ന് നോക്കുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ അതിൽ ഗരം മസാലയുടെ പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ ചോറിട്ട് കൊടുത്തു. ഞങ്ങൾ കഴിക്കണ ചോറാണ് ഞങ്ങൾ ഇട്ട് കൊടുത്തത്, ജയരിയുടെ ചോറായിരുന്നു. അപ്പോൾ ബസുമതി റൈസൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. പിന്നെ മല്ലിയിലയും പുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, നല്ല മണമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തില്ല. പിന്നെ അതിലേക്ക് കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് സർലാസ് ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ആദ്യം തന്നെ ഞാനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കണത്. നല്ല മണവും നല്ല രസവും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയണം. പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാവച്ചിക്കും മണിക്കുട്ടനും ബിജേഷേട്ടനൊക്കെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ തക്കാളി ചോറ്. നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ.